പ്രൈസ് ലോർഡ്. ജോനാസ് തിയറിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആഭരണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഇന്ന് ആത്മീയ ഗോളത്തിൽ ആഭരണങ്ങളെക്കുറിച്ച് തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. പണ്ട് ആഭരണം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞു വരുന്ന കാലഘട്ടത്തിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ അനുഭവങ്ങളും ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഒരുപാട് വലിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് വീഡിയോകൾ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ നിന്നും പുറപ്പാട് 33 പറയുന്ന കാര്യങ്ങളും എസ്കേൽ പ്രവചനത്തിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ അനേക വചനങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് 22 വർഷമായി. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും വചനത്തിലെ തെളിവും വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നാമതായിട്ട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഒരു 17 വർഷത്തോളം ആഭരണം ധരിക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ നിലപാടിൽ എന്താണ് ഞാൻ നിന്നൊരു വ്യക്തിയാണ്. അപ്പം അത് കഴിഞ്ഞ് എന്നെ ചില പാഠങ്ങൾ ദൈവാത്മാവ് പഠിപ്പിച്ചു, അല്ലെങ്കിൽ അനുഭവങ്ങൾ പഠിപ്പിച്ചു എന്നും കൂടെ പറയുന്നതായിരിക്കും ഉചിതം. അതായത് ഒരിക്കൽ എൻ്റെ സഭയിലെ ഒരു സഹോദരി, അപ്പോൾ ആ സഹോദരിക്ക് സ്നാനപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ പിടിച്ചിരുന്ന നിലപാട്, ആഭരണം ഊരാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്നാനപ്പെടുത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, 17 വർഷക്കാലം തീവ്രമായ ഉപദേശം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ സഹോദരി പറഞ്ഞു, പക്ഷേ എനിക്ക് സ്നാനപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആഭരണം ഊരിയാൽ എൻ്റെ ഭർത്താവ് വീട്ടിൽ എന്ത് ചെയ്യും, പ്രശ്നം ഉണ്ടാക്കും, ഭയങ്കര വഴക്കായിരിക്കും, അത് വീട്ടിൽ ഭയങ്കര കലഹത്തിന് കാരണമായി തീരും. പക്ഷെ എനിക്ക് സ്നാനപ്പെടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിച്ചെടുത്തൊരു തീരുമാനമുണ്ട്. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അവസാനം ഞാൻ നിർബന്ധന ആകേണ്ടി വന്നു. കാരണം നമുക്ക് ഈ ആഭരണ വിഷയത്തിൽ സ്നാനം വിലക്കുവാൻ ഒരിക്കലും ബൈബിൾ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. സ്വർഗത്തിൽ പോവാതിരിക്കുമോ, അത് രണ്ടാമത്തെ വിഷയമാണ്, നമുക്കത് പിന്നീട് ചിന്തിക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ഉചിതമായൊരു തീരുമാനം എടുത്തത് എങ്ങനെയാണ്, ഞാൻ പറഞ്ഞ സഹോദരി, ഞാൻ എൻ്റെ പഠിപ്പിക്കലിലും വചനത്തിലുള്ള തെളിവുകളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്നാനപ്പെടണം. സ്നാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. സ്നാനത്തെക്കുറിച്ച് ഒരുപാട് ഞാൻ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആലോചനയാണെന്നും ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണെന്നും ക്രിസ്തുവിനോട് ചേരുന്നതാണെന്നും ക്രിസ്തുവിനെ ധരിക്കുന്നതാണെന്നും സകല നീതി നിവർത്തിക്കുന്നതാണെന്നും അതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഐക്യപ്പെടുന്നതൊക്കെയാണ് സ്നാനം. അപ്പം അത്ര പ്രാധാന്യമുള്ള സ്നാനത്തെ ഈ ഒരു ആഭരണ വിഷയം കൊണ്ട് നമുക്ക് വിലക്കാൻ നമുക്ക് അധികാരമില്ല. ദൈവാത്മാവ് എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. കാരണം അവർക്ക് സ്നാനപ്പെടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കുടുംബത്തിലൊരു പ്രശ്നമില്ലാതിരിക്കാനാണ്. വിശ്വാസിയല്ല, ഭർത്താവ് വിശ്വാസിയല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞത് ശുശ്രൂഷയാകിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സ്നാന സമയത്ത് നിങ്ങൾ ഊരണം. കാരണം ഞാൻ അതുവരെ പഠിച്ചു വെച്ച തീവ്രമായ ഉപദേശം അങ്ങനെ ആയതുകൊണ്ടും ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ അതേപോലെ തന്നെ എന്ത് ചെയ്തു, സ്നാനപ്പെട്ടപ്പോൾ ഞാൻ സ്നാനപ്പെടുത്തി അവരെ. സ്നാനപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു, അവർ ആഭരണം ഉരി വെച്ചു. പിന്നീട് അവർ ആഭരണം ഇട്ടു. ഇന്നും സന്തോഷത്തോടുകൂടെ കർത്താവിനെ ആരാധിച്ചും സഭയിൽ വിശ്വസ്തമായിട്ട് അവർ നിന്ന് പോകുന്നു. കർത്താവിന് വേണ്ടി കൊടുക്കുകയും കർത്താവിന് വേണ്ടി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു സഹോദരിയാണ് അവരിന്നും. വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പലരുടെയും ഉപദേശങ്ങളൊക്കെ കേട്ട്, അതായത് ഈ യൂട്യൂബിലുള്ള ക്ലാസ്സുകളും പല ചർച്ചകളൊക്കെ ഞാൻ പങ്കെടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വയമായിട്ടുള്ള ചില കാര്യങ്ങൾ, കാരണം ചിലരുടെ ഇതൊക്കെ കേട്ടു. അപ്പോൾ ഈ പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിലെ ആ വിഷയങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ ചിലർ പറഞ്ഞു, ആ വാക്യം ഞാൻ വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ന്റെ 5-ാം വാക്യം ഞാൻ വായിക്കാം. ആ വാക്യം വായിച്ചിട്ട് നമുക്ക് ആ ഭാഗങ്ങൾ തെളിയിക്കുന്നതായിരിക്കും ഇത്തിരി ഉചിതമെന്ന് പറയുന്നത്. അപ്പം 33-ന്റെ 5 ഇങ്ങനെയാണ്: നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാകുന്നു. ഞാൻ ഒരു നിമിഷ നേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണമെന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക.
എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. അപ്പൊ ഈ വാക്യമൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ശക്തമായിട്ട് എന്ത് ചെയ്യുന്നത്, എതിർത്തുകൊണ്ടിരുന്നത്. പക്ഷെ ചില ചർച്ചകളിലൊക്കെ ഞാൻ പങ്കെടുത്തു കഴിഞ്ഞപ്പം അപ്പൊ ചില ദൈവാസന്മാരൊക്കെ അറിവുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അങ്ങനെ അവര് ഇസ്രായേലിലെ പണ്ഡിതന്മാരുമായിട്ടും റബിമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഈ വചനത്തെ കുറിച്ച് അവർ പറഞ്ഞത് എങ്ങനെയാണ്, അന്ന് മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണമാണ് ഇസ്രായേൽ മക്കൾ ധരിച്ചിരുന്നത്. അത് ദേവന്മാരുടെയും ദേവിമാരുടെയും ഒക്കെ രൂപങ്ങൾ കുത്തിയ ആഭരണങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളോട് അന്ന് ആഭരണം ധരിക്കരുതെന്ന് ദൈവം പറഞ്ഞത്. അന്ന് അതുകൊണ്ടാണ് അവർ അന്ന് ഉപേക്ഷിച്ചത്. പക്ഷെ ഇന്ന് ഇസ്രായേൽ മക്കൾ ആഭരണം ധരിക്കുന്നുണ്ട്. അതിന്റെ കാരണം ഇത് മിസ്രൈമിൽ കൊണ്ടുവന്ന ആഭരണമല്ല. ഇന്ന് ഇവര് സ്വന്തമായി തനിക്ക് ഇഷ്ടപ്രകാരം അതായത് നിർമ്മിക്കുന്ന ആഭരണങ്ങളാണെന്നാണ് ഇവർ പറയുന്നത്. അവര് തട്ടാന്മാരൊക്കെ ഉണ്ടാക്കുന്ന ആഭരണങ്ങളാണ് ഇന്ന് ധരിക്കുന്നതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഞാനും വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ആഭരണം എന്ത് ചെയ്യണ്ടേ, ഇട്ടോട്ടെ, കുഴപ്പമില്ല എന്ന് ചിന്തിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം അപ്പൊ എൻ്റെ ധാരണ ആഭരണം ഇട്ട് കഴിഞ്ഞാൽ സഭയിലേക്ക് ഒരുപാട് ആൾക്കാർ ഓടിക്കൂടും, അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം പലരും ആഭരണം ഊരുന്നത് കൊണ്ട് വിശ്വാസത്തിലേക്ക് വരാതിരിക്കുന്ന അനേകരുണ്ട് എന്നൊക്കെ പലരും പറഞ്ഞ് ഒക്കെ കേട്ടതനുസരിച്ച് ഞാനും എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്തു, ആഭരണം ഇട്ടുകൊണ്ട് പ്രശ്നമല്ല. പക്ഷെ ഞാൻ ഈ സ്നാനപ്പെടുന്ന സമയത്ത് ആഭരണം ഊരിക്കും, പിന്നെ അവരെന്ത് ചെയ്യുന്നു, ഇടുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ ഒരു സ്നാനം നടത്തി. അന്ന് 3 പേര് സ്നാനപ്പെടാണ്ടായിരുന്നു. അപ്പൊ അതില് ഒരാള് പൂർണ്ണമായിട്ടും ആഭരണം ഉപേക്ഷിച്ചു. അവരെന്താണ്, സ്നാനപ്പെട്ടതിന് ശേഷം ഇതുവരെ ആഭരണം ഇട്ടിട്ടില്ല. പക്ഷെ 2 പേര്, അതിലൊരാളെന്ത് ചെയ്തു, അവര് ആഭരണം ഇട്ടു, സ്നാനപ്പെട്ട വിട്ടില്ല. അത് കഴിഞ്ഞ് അവർ ആഭരണം ധരിച്ചു. പക്ഷെ അവരിന്ന് വിശ്വാസത്തിലില്ല, അവർ പിന്മാറിയും പോയി. പിന്നെ ഒരാള് തീക്ഷ്ണമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഭയങ്കര തീക്ഷ്ണത, എല്ലാ കാര്യത്തിലും ഭയങ്കര തീക്ഷ്ണതയാണ്. പക്ഷെ അവർ ആഭരണം സ്നാനപ്പെട്ടതിന് ശേഷം അവർ ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പം ദൈവാത്മാവ് എന്നോട് ഹൃദ്യമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഹൃദ്യമായിട്ട് ഇടപെട്ടു. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഇടപെട്ടു. അവരോട് ഈ വാക്യം പറയണമെന്ന് എന്ത് ചെയ്തു, ദൈവാത്മാവ് ഹൃദ്യമായിട്ട് ഇടപെട്ടു. അത് ഇയ്യോബിന്റെ പുസ്തകത്തിലാണ്. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 21 മുതലുള്ള വാക്യങ്ങളാണ് എന്നോട് ഇടപെട്ടത്. അത് ആ സൗകര്യമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നോട് ഇടപെട്ടത്. ആ വാക്യം ഇങ്ങനെയാണ്: നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്കുക, അതിനാൽ നിനക്ക് നന്മ വരും. അപ്പൊ ഇവിടെ പറയാണ്, നീ അവനോട് ഇണങ്ങി എന്ത് ചെയ്യണം, സമാധാനമായിരിക്കണം, അതിനാൽ നിനക്ക് നന്മ വരും. എന്റെ അടുത്ത വാക്യം പറയുന്നു, 22-ാം വാക്യം: അവന്റെ വായിൽ നിന്ന് ഉപദേശം കൈക്കൊള്ളുക, അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്ക. അപ്പൊ ഒരു ഉപദേശമായിട്ട് പറയാണ്, അവന്റെ വായിൽ നിന്ന് ഉപദേശം കേൾക്കണം, അവന്റെ വചനങ്ങളെ നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. എന്നിട്ട് പറയാണ് 23-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 22-ന്റെ 23 ഇപ്പൊ വായിക്കുന്നത്: സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. അപ്പൊ ഇവിടെ പറയാണ്, സർവശക്തങ്കലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. അപ്പൊ എന്താണ് സർവശക്തങ്കലേക്ക് തിരിയാതിരിക്കാനുള്ള കാരണം എന്ന് താഴെ പറയുന്നുണ്ട്. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. അതിന്റെ അടുത്ത 24-ാം വാക്യം പറഞ്ഞു, നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളവും ആയിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തെങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. അടുത്ത വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും, നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും. അപ്പൊ ഈ വചനം ശക്തമായിട്ട് ദൈവാത്മാവ് ഇടപെട്ടിട്ട് പറഞ്ഞു, ആ സഹോദരിയോട് എന്ത് ചെയ്യണം, നീ ഇത് പറയണം. കാരണം ഞാൻ അവരെ എന്താണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നീട് സ്നാനപ്പെട്ടതിന് ശേഷം ഇട്ടോളം പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സമ്മതിച്ചതാണ്. പക്ഷേ ദൈവാത്മാവ് ഈ വാക്യം കൃത്യമായിട്ട് ഇടപെടിയാണ്. എന്നാലാണ് ഇതിന്റെ ഈ വാക്യം ഇങ്ങനെ പറയാണ്, എങ്ങനെയാണ്, നിന്റെ പൊന്നു പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിലും ഇട്ടുകളക, അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളിവാളമായിരിക്കും. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തെങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ നിന്റെ നേർച്ചകളെ കഴിക്കും. അതായത് അപ്പോൾ വളരെ വ്യക്തമാണ്, ഇവിടെ ഇയ്യോബിന്റെ കാലത്ത് ഇത്ര സമ്പന്നനായ മനുഷ്യനാണ്. അപ്പൊ ആ ഇയ്യോബിന്റെ പുസ്തകത്തിലാണ് ഈ വാക്യം എഴുതിച്ചിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥമായിട്ട്
ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. അങ്ങനെ ഞാൻ ഈ വാക്യം ചെന്ന സഹോദരിയോട് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു, ദൈവം തരുന്ന ആലോചനയാണ്, അതുകൊണ്ട് കൃത്യമായിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഈ വചനം പോയിട്ട് എന്ത് ചെയ്യും അവരോട് പറഞ്ഞു. ഇന്ന് അവര് ആഭരണം ഊരി ശക്തമായിട്ട് ദൈവപ്രവൃത്തി അവരിന്ന് കണ്ടുകൊണ്ടിരിക്കുക. അവിടെ പല പ്രാർത്ഥനകളും ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആത്മീയവും ശാരീരികവും മാനസികവും ഭൗതികമായ എല്ലാ വിഷയത്തിലും ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് പല വിടുതലുകളും ദൈവം ഇന്ന് അവർക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയമത്തിലേക്ക് നമുക്ക് വരുമ്പോൾ, നമുക്ക് പുതിയമത്തിലാണല്ലോ നമുക്ക് ഇനി എന്റെ ഉപദേശം എന്താണെന്ന് അറിയേണ്ടത്. ഈ 1 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിലും പത്രോസിന്റെ ലേഖനത്തിലുമാണ് ഈ വാക്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഈ 1 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഔവണ്ണ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ്, സ്ത്രീകൾ യോഗ്യമായ വസ്ത്രം ധരിക്കണം. അതെല്ലാവരും യോഗ്യമായ വസ്ത്രം ധരിക്കണം. വസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, യോഗ്യമായ വസ്ത്രം ധരിക്കണം തന്നെയാണ് ബൈബിൾ പറയുന്നത്. എന്നിട്ട് പറഞ്ഞു, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ എന്ത് ചെയ്യണം? അലങ്കരിക്കണം. അടുത്തത് കേൾക്കണം, 10-ാം വാക്യം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, നോട്ട് വിത്ത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോട്ട് വിത്ത് എന്ന് പറഞ്ഞാൽ എന്നിവ കൊണ്ടല്ല. അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആണ് എന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലല്ലോ. ദൈവത്തിന്റെ ആത്മാവ് എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടെന്ന് പറയുമ്പോൾ ആണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. ഇനി ആഭരണം എപ്പോൾ ഊരണം എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ പുറകില് നമ്മൾ ഈ വീഡിയോയുടെ ഭാഗം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പേ നമ്മളത് ചിന്തിക്കും. അപ്പൊ ഇവിടെ പറഞ്ഞു, ഒന്ന് പിന്നിയ തലമുടി. പിന്നിയ തലമുടി എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ പിന്നുന്ന കാര്യത്തെ കുറിച്ചല്ല, ദേവന്മാരുടെയും ദേവിമാരുടെയും രൂപങ്ങളൊക്കെ വെച്ച് പണ്ട് കാലത്ത് ഇങ്ങനെ കുടുംബ പോലെ ഇങ്ങനെ പിന്നുന്നതിനെയാണ് ഈ പിന്നിയ തലമുടി എന്ന് പറയുന്നത്. അതുപോലെ പൊന്ന്, പിന്നെന്താണ് മുത്ത്, വിലയേറിയ മുത്തുകളും ഇതൊക്കെ കൊണ്ടെന്താണ് അതിന്റെ ധരിക്കുന്ന കാര്യത്തെ കുറിച്ചാണ്. പിന്നെ വിലയേറിയ വസ്ത്രം ധരിക്കുന്നതോടെ പറഞ്ഞിട്ടല്ലേ, വിലയേറിയ വസ്ത്രം. നമ്മുടെ നാട്ടിൽ കാണുന്ന 3000-ന്റെയും 4000-ന്റെയും 5000-ന്റെ വസ്ത്രത്തെ കുറിച്ചല്ല, ഇവിടെ ആഡംബരമായ ധൂമ്ര വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ വിലയേറിയ വസ്ത്രം എന്ന് പറയുന്നത്. എന്നുകൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പൊ അലങ്കാരം, അതായത് ഒരു വിശ്വാസിയായ ഒരു ദൈവഭക്തയായ സ്ത്രീയുടെ അലങ്കാരം എന്താണ്? സൽപ്രവൃത്തികളായിരിക്കണം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എന്നിട്ട് പിന്നെ പറയുന്നു, എന്നിട്ട് നമുക്കറിയാം ഇനി പത്രോസിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ എന്താണ് ഈ ഭാഗത്തെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിലയേറിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. പിന്നെന്താണ്? പിന്നിയ തലമുടി, ഞാൻ പറഞ്ഞല്ലോ. രണ്ടെന്താണ്? മുത്തുകള്, അതേപോലെ എന്താണ്? പൊന്ന്, ഇത് എന്നിവ കൊണ്ടല്ല അലങ്കരിക്കേണ്ടത്. അപ്പം വില കുറഞ്ഞ വസ്ത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ധരിക്കാം. വിലയേറിയ വസ്ത്രം ധരിക്കരുതെന്നാ പറഞ്ഞത്. അപ്പൊ ഈ 4 കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, പിന്നിയ തലമുടി ഒഴിവാക്കണം, പൊന്ന് ഒഴിവാക്കണം, അതേപോലെ എന്താണ്? മുത്ത് ഒഴിവാക്കണം, വിലയേറിയ വസ്ത്രങ്ങൾ ഒഴിവാക്കണം. വില കുറഞ്ഞ വസ്ത്രങ്ങൾ എന്താണ്? മാന്യവും യോഗ്യമായ വസ്ത്രങ്ങൾ എന്താണ്? ധരിക്കണം എന്ന് തന്നെയാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് ഈ പത്രോസിന്റെ ലേഖനം എടുക്കാം. 1 പത്രോസിന്റെ ലേഖനം അതിന് 3-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേയുള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയുള്ളൂ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, എന്താണ് അലങ്കാരം ആയിരിക്കേണ്ടത്? സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. കണ്ടോ? അപ്പൊ സൗമ്യത വേണം, സാവധാനതയുള്ള മനസ്സ് വേണം. ഇതായിരിക്കണം അലങ്കാരമെന്നും ഇതാണ് ദൈവസന്നിധിയിൽ വിലയേറിയത് എന്നും ദൈവത്തിന്റെ വചനം കൃത്യമായിട്ട് പറയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആഭരണം എപ്പോൾ ഇനി ഊരണം, ആഭരണം ധരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. കാരണം ഈ ചില ഈ ജ്വല്ലറി ഉടമകളോടും തട്ടാമാരോടും ഒക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം ആഭരണങ്ങളും
അവരുടെ ആചാരപ്രകാരം ദേവന്മാരുടെ നാമത്തിലോ ഒക്കെയാണ് ഈ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ അന്യദേവന്മാരുടെ നാമം നാവിൽ എടുക്കരുത്, ആ ജാതികളുടെ വഴി പഠിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ഇത് ഒരിക്കലും നമ്മുടെ ആത്മീയ വർധനയ്ക്ക് ഉതകുന്നില്ല. നമ്മൾ ആ കാര്യം മനസ്സിലാക്കണം. അതായത് ആഭരണം ഒരിക്കലും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയല്ലല്ലോ, ഇത് അലങ്കാരത്തിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വസ്ത്രം ധരിക്കുന്നത് എന്തിനു വേണ്ടിയല്ല, അലങ്കാരത്തിന് വേണ്ടിയല്ലല്ലോ, നമ്മൾ നാണം മറയ്ക്കാൻ വേണ്ടിയാണ്. വിലയേറിയ വസ്ത്രം ധരിക്കുമ്പോഴാണ് അത് ആഡംബരമായി മാറുന്നത്. ചിലർ ചോദിക്കുന്നു വാച്ച് കെട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ, അല്ലേ? വാച്ച് അലങ്കാരത്തിന് വേണ്ടിയല്ല, സമയം അറിയാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തില് ഇനി ഇതൊക്കെ വിലയേറിയ വില കൂടിയതായിട്ട് മാറുമ്പോൾ അത് ആഡംബരമായിട്ട് മാറും. അത് വാച്ചാണെങ്കിലും ശരി, സാരി ആണെങ്കിലും ശരി, ഉടുപ്പുകളാണെങ്കിലും ശരി, ഇപ്പൊ ഞാൻ പറയാം വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നമുക്ക് എന്താണ് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവുന്ന ഈ ലോകക്കാർ പറയാറുണ്ട്. അപ്പം ഇപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, യോഗ്യമായിട്ട് മാന്യമായിട്ട് വസ്ത്രം ധരിക്കാൻ. ഇപ്പോൾ 1000 രൂപ വരുമാനമുള്ള ഒരുവൻ, അത്രേ ഉള്ളൂ അവന് വരുമാനം, അവൻ 1,00,000 രൂപയുടെ സാരിയൊക്കെ അല്ലെങ്കിൽ 1,00,000 രൂപയുടെ വാച്ചും അല്ലെങ്കിൽ 5,00,000 രൂപയുടെ വാച്ചൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ അത് ആഡംബരമാണ്. പക്ഷേ ഒരു വ്യക്തിക്ക് 1,00,000 രൂപ സാലറി ഉണ്ട്, അല്ലെങ്കിൽ 2,00,000 രൂപ സാലറി ഉണ്ട്. അപ്പൊ അവര് ഇന്നാളൊരു വ്യക്തി പറഞ്ഞെങ്ങനെയാ, ഒരു വിശ്വാസിയാ, അദ്ദേഹം പറയാണ് ഞാൻ ഒരു ബിസിനസ്സുകാരനാണ്, അപ്പൊ ഞാൻ അങ്ങനെയുള്ള ഷെയ്ഖുമാരുടെ അടുക്കിലേക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, എന്റെ ബിസിനസ്സുമായിട്ട് ഞാൻ പോയിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത്ര വരുമാനമുണ്ട്, ലക്ഷങ്ങളുടെ വരുമാനം പുള്ളിക്കുണ്ട്. അപ്പൊ പുള്ളി പറഞ്ഞ ഞാൻ 1,00,000 രൂപയുടെ വാച്ച് കെട്ടിയാൽ അതെന്തല്ല, അതൊരിക്കലും ആഡംബരമല്ല. കാരണം ഞാൻ അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുന്നു, അത്ര വരുമാനം എനിക്കുണ്ട്, അപ്പൊ അതൊരിക്കലും എന്താണ് ആഡംബരം അല്ലെന്ന് പുള്ളി പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി എപ്പോഴാണ് ആഭരണം ഊരേണ്ടത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അതിന് ഈ മത്തായി സുവിശേഷത്തിലേക്ക് ഒന്ന് വരേണ്ട കാര്യമുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിലെ അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് പലരും പറയുന്നത് ഉപദേശം പഠിപ്പിച്ചിട്ടാണ് സ്നാനപ്പെടുത്തേണ്ടത്, 2-3 മാസം വചനം പഠിപ്പിച്ചിട്ട് സ്നാനപ്പെടുത്തണം എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഞാൻ ബൈബിളിൽ അങ്ങനെയൊന്നും എവിടെയും കണ്ടിട്ടില്ല. പൗലോസ് അന്ന് തന്നെ സ്നാനപ്പെട്ടു. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായം 13 വാക്യങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാവും. ഷണ്ണൻ ഏകദേശം 1 മണിക്കൂർ സുവിശേഷം കേട്ട് അപ്പോൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതാ വെള്ളം ഞാൻ സ്നാനം വെൽക്കുന്നതിൽ എന്ത് വിരോധം എന്ന് പറഞ്ഞ് ഷണ്ണൻ എന്ത് ചെയ്തു, ഏകദേശം 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു, സ്നാനപ്പെട്ടു. അതേപോലെ കൊർന്നല്യോസിന്റെ ഭവനക്കാരും അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 42 വാക്യങ്ങൾ വായിച്ചാൽ കൊർന്നല്യോസിന്റെ കുടുംബക്കാരും അന്ന് തന്നെ എന്ത് സ്നാനപ്പെട്ടിട്ടുണ്ട്. അപ്പോ സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്, യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്ന ഏവരെയും അപ്പോൾ തന്നെ നമുക്ക് സ്നാനപ്പെടുത്താം. അതാണ് ബൈബിളിന്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. അല്ലാതെ 1 മാസം വചനം പഠിപ്പിച്ചോ 2 മാസം വചനം പഠിപ്പിച്ചോ ഒന്നും അല്ല സ്നാനപ്പെടുത്തേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മത്തായി 28-19 പറയാണ്, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുക. അപ്പൊ വളരെ വ്യക്തമാണ്, സ്നാനപ്പെടുത്തിയതിന് ശേഷമാണ് ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നത്, എന്നിട്ടാണ് അവരെ ശിഷ്യരാക്കുന്നത്. അല്ലാതെ ശിഷ്യരാക്കിയിട്ട് ഉപദേശം പഠിപ്പിച്ച് ശിഷ്യരാക്കിയിട്ടല്ല സ്നാനപ്പെടുത്തുന്നത്. അതാ ഞാൻ പറഞ്ഞേ. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇപ്പോൾ എന്താണ് സ്നാനപ്പെട്ട അപ്പൊ തന്നെ നമ്മൾ എന്താണ് അവരെ ഊരിച്ചില്ലേലും പ്രശ്നമില്ല. ഇത് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ സഭയിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് അറിയാൻ, അവരിപ്പോ രക്ഷിക്കപ്പെട്ടു വരുന്നു, അവർക്ക് സ്നാനപ്പെടുന്നു പറഞ്ഞാൽ അവരെ ഞാൻ സ്നാനപ്പെടുത്തും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാക്കണം. അപ്പോൾ അവർ പറയാണ് എൻ്റെ വീട്ടിൽ പ്രശ്നമാണ്, എൻ്റെ ഭർത്താവ് സമ്മതിക്കുന്നില്ല. അപ്പൊ അവർക്ക് അതിനുള്ള ബലം കിട്ടിയിട്ടില്ല. കാരണം അത് ഊരിയ പ്രശ്നം ഉണ്ടാകും. കാരണം അങ്ങനെ ഒരു സംഭവം എൻ്റെ സഭയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ അവരോട് ആദ്യം പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് കാര്യങ്ങൾ നിയോഗപ്രകാരം ചെയ്താൽ മതി. പെട്ടെന്ന് ഊരിയാൽ വീട്ടിൽ പ്രശ്നമാവും. കാരണം ഭർത്താവ് രക്ഷിക്കപ്പെട്ട എനിക്കറിയായിരുന്നു അത്. ഞാനത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു. പക്ഷേ അതിന്റെ ഇടയ്ക്ക് വേറെ ആരോ വന്നിട്ട് എന്ത് ചെയ്തു, അവർ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ അറിയാതെ അവരുടെ വീട്ടിൽ ചെന്ന് ഉപദേശം കൊടുത്തു. അങ്ങനെ ഉപദേശം കൊടുത്ത് എന്ത് ചെയ്തു, ഇവരെ നിർബന്ധിച്ച് എന്ത് ചെയ്തു, അവർ ഊരിച്ചു.
അങ്ങനെ സ്നാനപ്പെട്ടിട്ട് ഒരാഴ്ച വരുന്ന ആഭരണം ധരിച്ചില്ല. പക്ഷെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായി, അവരെ പ്രാർത്ഥനയ്ക്ക് വിടാതെയായി, അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അപ്പൊ ഞാൻ അവിടെ വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അന്ന് പറഞ്ഞല്ലേ ഇതൊരു പ്രശ്നമാവുമെന്ന്, ഞാൻ നിങ്ങളുടെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അപ്പൊ ആ സൗകര്യ പറഞ്ഞു, പാസ്റ്ററെ അതൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ വീട്ടില് വന്നിട്ട് വേറെ 2 പേര് വന്നിട്ട് നിർബന്ധമായിട്ട് ഇത് ഊരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മനസ്സില്ലാത്ത മനസ്സോടെ എന്ത് ചെയ്തു, ഞാൻ ഊരിയതാണ് പാസ്റ്റർ എന്ന് പറഞ്ഞു എന്നോട്. നിങ്ങളത് കേൾക്കണം, കൃത്യമായിട്ട് കേൾക്കണം. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്തു? ഇവരിപ്പോ ആഭരണം ധരിച്ചു, അവര് സന്തോഷമായിട്ട് ഇപ്പൊ സഭയിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവര് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആഭരണം ഊരിയതിന്റെ പേരില് അവര് പ്രാർത്ഥന മുടക്കി വീട്ടിലിരിക്കേണ്ട ഗതികേട് വന്നാൽ എന്ത് ചെയ്യും? അവർക്ക് അതിനെ തരണം ചെയ്യാനുള്ള ബലം കിട്ടിയിട്ടില്ല. ഇനി മറിച്ച് സ്നാനപ്പെട്ടു, ഇല്ല ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥന മുടക്കാതെ എന്ത് പ്രതികൂലം വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഊരിക്കുവോ? ഊരുന്നത് അപ്പൊ തന്നെ ഊരുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉപദേശം പഠിപ്പിച്ച് അവരെ യഥാർത്ഥമായ ആത്മീയത്തിൽ ബലപ്പെടുത്തി എല്ലാം സഹിക്കുവാനും വഹിക്കുവാനും വിശ്വാസത്തിൽ നിർത്തുവാനുള്ള കരുത്ത് അവർ പ്രാപിച്ചിട്ട് ഊരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? പ്രാർത്ഥന മുടങ്ങും, ആരാധന മുടങ്ങും, അവസാനം അങ്ങനെ ഒരു ആരാധന മുടക്കി വീട്ടിലിരിക്കേണ്ടി വന്നാൽ പതിയെ പതിയെ പിന്മാറി വിശ്വാസത്തിൽ അവർ പോകേണ്ട സ്ഥിതി വരും. അപ്പൊ അതിനും നല്ലത് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എപ്പോ ഊരണം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ തെളിയിക്കാനുള്ള വാക്യങ്ങളില്ലല്ലോ. സ്നാനപ്പെടുന്നതിന് മുമ്പേ ഊരിയിട്ട് സ്നാനപ്പെടുത്താവുന്ന ഒരു വാക്യം നമുക്ക് കാണുന്നില്ല. എന്തായാലും ഊരിയേ പറ്റൂ. കാരണം അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഇതിലെന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. അതുകൊണ്ടാണ് ദൈവാത്മാവ് 2 ലേഖനങ്ങളില് 2 പേരിലൂടെ നിന്നാണ് ഇത് വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതെന്തായാലും ഊരണം. പക്ഷെ എപ്പോൾ ഊരണം എന്ന് വെച്ചാൽ അവർ വചനം പഠിച്ച് അവർ ആത്മീയ ബലം പ്രാപിച്ച് എല്ലാത്തിനെയും തരണം ചെയ്യാനുള്ള കരുത്ത് പ്രാപിച്ചിട്ട് ഊരുന്നതായിരിക്കും ബെറ്റർ. ഇനി അല്ല, സ്നാനപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളിൽ എനിക്ക് കർത്താവിന് വേണ്ടി നിൽക്കാൻ പറ്റും, എന്ത് ത്യാഗം വന്നാൽ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, കഷ്ടത വന്നാലും സഹിക്കാൻ തയ്യാറാണ്, തല്ലുകൊണ്ടി വന്നാലും സഹിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ എന്ത് വന്നാലും ഞാൻ സഹിക്കാൻ തയ്യാറാണെന്ന് തീരുമാനം ഉണ്ടെങ്കിൽ സ്നാനപ്പെടുന്നതിന് മുമ്പേ ഊരാം. അല്ലെങ്കിൽ വചനം പഠിച്ച് ബലപ്പെട്ടതിന് ശേഷം ഊരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നും വചനത്തിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത്. കാരണം ഒരു കാരണമില്ലെങ്കിൽ പത്രോസും പൗലോസും ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. ഇനി ഇതിനെക്കുറിച്ച് അനേക തർക്കങ്ങളും വാദങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അനേക ദൈവദാസന്മാര്, ഞാൻ നേരത്തെ പറഞ്ഞതാ, ആദ്യമൊക്കെ ഊരിയാലെ സ്നാനപ്പെടുത്തുള്ളൂ എന്ന് പറഞ്ഞവരൊക്കെ ഇന്നത് പ്രശ്നമല്ലെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കരമായ എന്താ പറയാ വിപരീത ഉപദേശത്തിലേക്കാണ് ഇവർ നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനു വേണ്ടി അടി കൊണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ആഭരണ ഊരിയന്റെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരുണ്ട്, സ്വത്ത് കൊടുക്കാത്തവരുണ്ട്, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ട അനേക ജീവിതങ്ങളുണ്ട്. എത്രയോ സ്ത്രീകള് ഭർത്താക്കന്മാരെ തല്ലി മേടിച്ചിട്ടുണ്ടെന്ന് പറയുമോ, അങ്ങനെ വില കൊടുത്ത് നിന്നവര് ഇന്ന് ഇവർ തന്നെ തിരിച്ചു പറയുന്നു ആഭരണം ഇട്ടാലും പ്രശ്നമില്ലെന്ന് പറയുമ്പോൾ നമ്മെ ഒരു വല്ലാത്തൊരു ഉപദേശത്തിലേക്കും നമ്മളെ വലിയൊരു വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കുമാണ് കൊണ്ടേ എത്തിക്കുന്നത്. ഇനി അടുത്ത കാര്യം, ആഭരണം ഇടില്ല, ഇനി ഒരിക്കലും ഞാൻ തിരിച്ചിടില്ല എന്ന് തീരുമാനം എടുത്തവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, തിരിച്ച് ഈ ആഭരണം ഇടാനും പാടില്ല. അത് അതിലേറെ ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ പ്രശ്നമായ കാര്യമാണത്. കാരണം തീരുമാനമെടുത്തിട്ട് പിന്നെന്താണ്, നമ്മൾ ഒരിക്കലും ലംഘിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അനേക ഉപദേശങ്ങൾ ഇന്നെന്താണ് കണ്ടുകൊണ്ടിരിക്കുക. ഇതിന്റെ മധ്യത്തിൽ ദൈവവചനം മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിൽക്കേണ്ടത് ആവശ്യമാണ്. വചനത്തിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി നിലനിന്നാൽ കർത്താവ് നമ്മളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. പ്രൈസ് ദി ലോർഡ്.